ഒരു ബട്ടർ മെഷീൻ കാണാട്ടോ, ഇഷ്ടംപോലെ ബട്ടറാണ് ഇടുക. ശരിക്കും അവിടെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ ആൾ മാറി, ഇപ്പോൾ വേറെ ആളാണ് അവിടെ ഇരിക്കുന്നത്. കേരള ടു കാശ്മീർ സീരീസിൽ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഡൽഹിയാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ജുമാ മസ്ജിദാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണമെന്ന് പറയുന്നത് ജുമാ മസ്ജിദ്, പിന്നെ ഡൽഹി റെഡ് ഫോർട്ട്, പിന്നെ ഈ സറൗണ്ടിങ്ങിലുള്ള സ്ട്രീറ്റ് ഫുഡ്, പിന്നെ ഓരോ കടകൾ, പിന്നെ ഇവിടെ കുറേ ഫേമസ് ആയ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഡൽഹിയിൽ. ജുമാ മസ്ജിദിൻ്റെ നേരെ കൂടെ നമുക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് റെഡ് ഫോർട്ട് കാണാൻ പറ്റും. കണ്ട ഈ ഗ്യാപ്പിൽ കൂടെ കാണുമ്പോൾ അത് കാണുന്നത് റെഡ് ഫോർട്ടാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ജുമാ മസ്ജിദിൽ ഇപ്പോൾ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിസ്കരിക്കുന്നുണ്ടല്ലോ ആൾക്കാർ. ബാങ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെ നിസ്കരിക്കണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സമയമായി കഴിഞ്ഞാൽ എല്ലാവരും നല്ല തിരക്കുണ്ട് ജുമാ മസ്ജിദ് കാണാൻ വേണ്ടി. ആൾക്കാർ ഫുള്ള്, നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഫുള്ള് വന്നിരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഈ ജുമാ മസ്ജിദും പിന്നെ ഈ സറൗണ്ടിങ് ഏരിയ ചുറ്റി കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തിരക്കൻ നിങ്ങൾക്ക് കാണാം, തിരക്കൻ എത്രയെന്ന് കണ്ടില്ലേ. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ റെഡ് ഫോർട്ട് പറയുന്നത്. അത് നമുക്ക് ആ ഇത് കാണില്ല, ആ ഗേറ്റിൻ്റെ അപ്പുറത്ത് കൂടെ നമുക്ക് ശരിക്കും റെഡ് ഫോർട്ട് കാണാൻ പറ്റും. കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം പറയുന്നത് ഇത് സോളാർ ക്ലോക്കാണ്. ഈ സോളാർ ക്ലോക്ക് ഈ ജുമാ മസ്ജിദിൻ്റെ ഉമ്മറത്ത് വെച്ചിരിക്കുന്ന ക്ലോക്കാണ്. ഈ ക്ലോക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണ് പറഞ്ഞാൽ പണ്ട് മസ്ജിദ് പ്രേയിൻ്റെ സമയം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ക്ലോക്കാണ്. ഇതാണ് ഈ ക്ലോക്ക്. ഈ ക്ലോക്കിലാണ് അവർ എപ്പോഴാണ് പ്രേ ചെയ്യുന്നതെന്ന് സമയം നോക്കിക്കൊണ്ടിരുന്നത്. ഇതിലിപ്പോൾ അവർക്ക് അറിയില്ല, ശരിക്കും എനിക്കറിയില്ല എങ്ങനെ നോക്കേണ്ടതെന്ന്. ഇത് നോക്കിയിട്ടാണ് സൂര്യൻ്റെ ഇത് നോക്കിയിട്ടാണ് അവർ പ്രേ ചെയ്തത്. ഈ ക്ലോക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ബോക്സ് പോലെ കെട്ടി കറക്റ്റ് ജുമാ മസ്ജിദിൻ്റെ ഉമ്മറത്ത് തന്നെ വെച്ച ക്ലോക്കാണ്. അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ ഉമ്മറത്ത് എഴുതിയിട്ടുണ്ട് കണ്ട. സോളാർ ക്ലോക്ക് ഇൻ ഏൻഷ്യൻ ടൈം ദ സോളാർ ക്ലോക്ക് വാസ് യൂസ് ടു ഡിറ്റർമൈൻ ദ ടൈം ഓഫ് പ്രേ. നമ്മൾ നിസ്കരിക്കാനുള്ള ടൈം നോക്കിക്കൊണ്ടിരുന്നത് പണ്ട് കാലത്ത് ഇതിലാണ്. പഞ്ഞിമുട്ടായി വിൽക്കുന്നുണ്ട്, കളർ പഞ്ഞിമുട്ടായി, ഓറഞ്ച്, മഞ്ഞ, വെള്ള, പിന്നെ ഇത് നമ്മുടെ അവിടുത്തെ നോർമൽ കിട്ടുന്ന മഞ്ഞുമിഠായി. ഈ ഡൽഹി പറയുന്ന ഏരിയ ഫുള്ള് മാക്സിമം ഈ ജുമാ മസ്ജിദിൻ്റെ ഉള്ളിലൊക്കെ ഓടുന്നത് ഈ റിക്ഷയാണ്. ഇത് ഫുള്ള് ഇലക്ട്രിസിറ്റിയിൽ ഓടുന്നതാണ്. പിന്നെ ഇത് കണ്ടില്ല, ഇവിടെ മാക്സിമം നിങ്ങൾ ഉള്ളിലേക്ക് ഓടാനും പോകാനും ഒക്കെ ഈ റിക്ഷയാണ് ഉപയോഗിക്കാറ്. ഫുള്ള് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ റിക്ഷകളാണ്. ഒന്നില്ലെങ്കിൽ അത് മനുഷ്യന് ചവിട്ടായിരിക്കും, ഇത് ഇലക്ട്രിക്കലാണ്, പിന്നെ ഫുള്ള് ഹോണും. പൈനാപ്പിൾ മുറിക്കുന്നുണ്ടല്ലേ, ഈ പൈനാപ്പിൾ രണ്ട് പീസായിട്ട് ഇവർ വിൽക്കുകയാണ് ഇവിടെ. ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകാണ്ടിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ജുമാ മസ്ജിദ് സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള ഒരു കടയാണ്. ഇവിടെ ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഫ്രൈഡ് ചിക്കനും ബട്ടർ ചിക്കനും ഒരു ഫേമസ് ആയ കടകൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു 2 കട, ഒന്ന് അസ്ലാം ചിക്കനും ഒന്ന് ഹാജീസ് ചിക്കനും. ആ രണ്ടും ഇപ്പുറത്തുള്ള കടകളാണ്. അപ്പോൾ നമുക്കിന്ന് അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഈ ചിക്കൻ എന്താ ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട്, അതും പറഞ്ഞിട്ട് കുറേ മലയാളം ബ്ലോഗേഴ്സ് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പറയുന്നത് ഹാജി മുഹമ്മദ് ഹാസിയുടെ ഇവിടെ ഫ്രൈഡ് ചിക്കനാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കാണാം, ആ മുത്തശ്ശനാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നതാണ്, അവിടെ കാണല്ലേ, ആ മുത്തശ്ശനാണ് ഇപ്പോഴും ചിക്കൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ മുത്തശ്ശൻ ഇരിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ അവർ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ്. നമ്മൾ ഇവിടെയാണ് ഇന്ന് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ ആവശ്യമുള്ള ചിക്കനൊക്കെ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഈ വെട്ടിയ ചിക്കനെ എടുത്തിട്ട് ഇവിടെ മസാല വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നത്. സാധനം ഇവിടെ വേജ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്ര പീസ് പറയും, കിലോ കണക്കിന് വേജ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ പോകാൻ പോകണം, ചിക്കൻ കഴിക്കാൻ പോകണം, നമുക്കൊന്ന് മേലെ പോകാനുള്ള വഴിയുണ്ട്, താഴേക്കുള്ള വഴിയുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതും ഏതാ കംഫർട്ടബിൾ ഉള്ളതും അവിടെ പോയി കഴിക്കാം. ശരിക്കും അവിടെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ ആൾ മാറി, ഇപ്പോൾ വേറെ ആളാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മേലയിൽ ഇരിക്കാൻ സ്ഥലമില്ല കേട്ടോ, ഫുള്ള്. ഇപ്പോൾ നമ്മൾ മേലെ കയറിയില്ലേ, ഇനി താഴെ പോയി നോക്കണം, താഴെ ഇരിക്കാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കണം. ഫുള്ള് തിരക്കാണ് മേലെ സ്ഥലമില്ലാണ്ട് നമ്മൾ താഴെ വന്നിരിക്കുകയാണ് കേട്ടോ.
ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. ദിസ് ഈസ് മൈ അളിയൻ, ദിസ് ഈസ് മൈ ബ്രോ കിഷോർ, അളിയൻ്റെ ഭാര്യ. ഇത് കിഷോറേട്ടൻ്റെ ഭാര്യ, കിഷോറേട്ടൻ്റെ അമ്മ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ദില്ലിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്. ഇത് ചിക്കൻ എത്തിയിട്ടാണ്. ചിക്കൻ, പിന്നെ അതിൻ്റെ കൂടെ ഒരു സലാഡ്, ഉള്ളി, പിന്നെ റൊട്ടി. ഇപ്പോൾ കഴിച്ചു നോക്കി ടേസ്റ്റ് പറയും. ഇത് മാരിനേറ്റ് ചിക്കൻ. ഇവർ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ നമുക്ക് 2-3 പ്രാവശ്യം ഫ്രൈ ചെയ്തിട്ടാണ് ഇവിടെ തരുന്നത്. അടുത്തത് കയറാൻ പോകുന്നത് പറയുന്നത് അസ്ലാം ചിക്കനാണ്. ഇവിടെ ബട്ടർ ചിക്കനാണ് ഫേമസ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം ഇങ്ങനെ. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിക്കൻ നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള കടയാണ് ഈ അസ്ലാം ബട്ടർ ചിക്കൻ പറയുന്നത്. ഇവിടെയാണ് നമ്മൾ അടുത്തത് കയറാൻ പോകുന്നത്. ഇവർ ബട്ടർ ചേർക്കണ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ബട്ടർ മെഷീൻ കാണാം കേട്ടോ. ഇഷ്ടംപോലെ ബട്ടറാണ് ഇവിടെ ഇടുക. ബട്ടർ എത്ര വരുന്നു നോക്കാം. അമൂൽ ബട്ടറാണ് കേട്ടോ. ഫുള്ള് ഇതാണ് ബട്ടർ ഇട്ടിരിക്കുന്നത്. ഫുൾ അമൂൽ ബട്ടറാണ്. ഇങ്ങനെ അമൂൽ ബട്ടറാണ് കേട്ടോ. ഇതേപോലെ കുറേ ഇഷ്ടംപോലെ പെട്ടിയുണ്ട് ബട്ടറിൻ്റെ. ഫുൾ അമൂൽ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇഷ്ടംപോലെയാണ് അമൂൽ ബട്ടർ ഇടുന്നത്. അത് കണ്ടില്ലേ, അതിൽ മിക്സ് ചെയ്ത് ചൂടാക്കി തന്തൂറിൽ ചൂടാക്കി പിന്നെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓർഡർ ചെയ്ത് ബട്ടർ ചിക്കൻ വന്നു. ഫുൾ ബട്ടറാണ് ഫുള്ള്. പിന്നെ ആ കൂടെ കഴിക്കാൻ ഉള്ളിയും പിന്നെ ഒരു മിൻറ്റ് ചട്നി പോലെ ഒരു സാധനമുണ്ട്. കുറേ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ് കടകളുണ്ട് കേട്ടോ. അത് രണ്ടും ഫേമസ് ആയ കടയാണ്. ഇപ്പോൾ ചിക്കൻ ഷവർമ കൊടുക്കണമല്ലേ, അതേപോലെ തന്നെ മാങ്ങ. ഇപ്പോൾ ഇവിടെ ചൂടുകാലമാണ്, അപ്പോൾ മാങ്ങ സീസൺ. പിന്നെ മൊഹബത്ത് കാ ഷർബത്ത്, ഇതാണ് നമ്മുടെ അവിടുത്തെ ഷർബത്ത് പോലെ. ഇത് വേറെ തരം ഒരു ഷർബത്താണ്. പിന്നെ ബിരിയാണി. ഈ സ്ട്രീറ്റിൽ മൊത്തം ഇത് കണ്ടില്ലേ, കബാബ് ചൂടുന്നത്, അതേപോലെ ബട്ടർ ചിക്കൻ. നിങ്ങൾക്ക് ലസ്സി വാങ്ങിച്ചാൽ ലസ്സി. അവിടെ ഇഷ്ടംപോലെ വലിയൊരു പാത്രത്തിൽ ലസ്സി ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഫുൾ സ്ട്രീറ്റ് ഫുഡാണ് ഈ ജുമാ മസ്ജിദിൻ്റെ സൈഡ്. പിന്നെ ഇവിടെ ലിച്ചി കട കാണാം. നമ്മളവിടുത്തെ ലിച്ചിയാണ്. ലിച്ചി പീസായിട്ടാണ് കൊടുക്കുന്നത്. സ്വീറ്റ്സ് വാങ്ങിച്ച സ്വീറ്റ്സ് കട, ഗുലാബ് ജാമുൻ, പിന്നെ അവിടെ സമോസ. ഫുൾ ഇത് സ്ട്രീറ്റ് ഏരിയ ആണ്, സ്ട്രീറ്റ് ഫുഡ് ഏരിയ ആണ്. അതുപോലെ തന്നെ കായ്കറിയൊക്കെ അവിടെ വെക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും മൊഹബത്ത് കാ ഷർബത്ത് പറയുന്നത്. ഈ ഷർബത്ത് പറയുന്നത് തണ്ണിമത്തനൊക്കെ വെട്ടി പീസാക്കി കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇനി തണ്ണിമത്തം വെട്ടി അതിൽ കൊണ്ടിടും. അതാണ് നമ്മുടെ അവിടുത്തെ ഷർബത്ത് പോലെയല്ല. ഈ സാധനമാണ് ഒരു ഷർബത്തായിട്ട് ഉപയോഗിക്കുന്ന സാധനം. കുറച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിൽ അങ്ങനെ തുണികളാവും. തുണി അങ്ങനത്തെ സാധനങ്ങളാവും. ഇവിടെ കണ്ടില്ലേ സ്വീറ്റ്സ്. ഇത് സ്വീറ്റ്സ് അല്ല, ഇത് നമ്മുടെ റസ്ക്, ബേക്കറി ഐറ്റംസ്. ഇതുപോലെ റസ്ക് ഫുള്ള് ഉണ്ടാക്കി ഉള്ളിൽ തന്നെ ബേക്കറി അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അത്തർ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്. ഒറിജിനൽ പൈസ കൊണ്ട് മാല കെട്ടിയിരിക്കുകയാണ്. ये मैरिज को देने वाला है. ഇത് കല്യാണത്തിന് ഇടുന്ന മാലയാണ്. ഫുൾ ഒറിജിനൽ നോട്ട് ചെയ്യേ ആണോ? ശരിക്കത്തെ 20 രൂപയുണ്ടോ ഫുള്ള്? ഇത് നമ്മുടെ ലിച്ചി തന്നെയാണ്. അതിനെ കെട്ട് കിतना है? ഓ 1 കിലോ 100 രൂപ. 1 കിലോ 100 രൂപയുണ്ട് ഇവിടെ ലിച്ചിയുടെ വില. ഇവിടെ ഡൽഹിയിലൊരു കോഴിക്കടയുണ്ട്. ഇതാണ് ശരിക്കും ഒരു കോഴിക്കട പറയുന്നത്. ചെറിയൊരു പെട്ടിയിൽ കോഴിനെ അടുത്ത് കൊന്ന് ഇവിടെ തന്നെ വിൽക്കുന്നത്. ഇത് കണ്ടില്ല, ഒരു ചെറിയൊരു കോഴിക്കട. എങ്ങനെയുണ്ട് കോഴിക്കട? വീട്ടിന് മേലൊക്കെ കേബിൾ വയറും ഇലക്ട്രിക് വയറും എല്ലാം മിക്സാണ് ഇവിടെ. അത് ആ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഇലക്ട്രിക് വയറും ഇവിടെ കേബിൾ വയർ. ഇഷ്ടംപോലെ ഈ സ്ട്രീറ്റ് മൊത്തം കേബിൾ വയറാണ്. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ വീഡിയോയിൽ കാണാം. അതിന് കണ്ടില്ലേ വീട് ഇത്ര അടുത്ത്. അതിൻ്റെ ഒപ്പം തന്നെ ഫുള്ള് ഈ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ പറയുന്നത് ഇലക്ട്രിക് വയറാണ്. അതുപോലെ തന്നെ ബാക്കി പോണതൊക്കെ മറ്റേ വീടുകളിലെ കേബിളും മറ്റേ അങ്ങനത്തെ സാധനങ്ങളാണ്. ഇഷ്ടംപോലെ ചിക്കൻ കടകൾ കാണാം ഈ സ്ട്രീറ്റ് മൊത്തം. ഡൽഹി നിങ്ങൾ മൊത്തം കറങ്ങുമ്പോൾ ഇങ്ങനത്തെ
ബേക്കറികൾ, പിന്നെ ഇങ്ങനത്തെ ഓരോ കടകൾ, ചെറിയ ചെറിയ കടകൾ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ചായ സ്റ്റോളാണ്, ഇവിടെ ചായ കൊടുക്കുന്നത്. പിന്നെ ഇതൊരു മസ്ജിദ്, ഇത് അടുത്ത് കുറേ മസ്ജിദ് ഉണ്ടാവും. പിന്നെ പാൻ കട. വില്ലേജിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ മാർക്കറ്റാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടില്ല ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു ചെറിയൊരു പെട്ടിക്കടയിലാണ് അവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതും പോരണ്ട് ഈ ആടുകളൊക്കെ വിൽക്കാനുള്ള ആടുകളാണ്. പിന്നെ ഇപ്പോൾ മാങ്ങ സീസണായ കാരണം കുറേ മാങ്ങകളുണ്ട്. നമ്മുടെ അവിടുത്തെ മാങ്ങ പോലെയല്ല, ഇവിടുത്തെ മാങ്ങ പറയുന്നത് ഭയങ്കര, ഇവിടുത്തെ മാങ്ങ പറയുന്നത് ഭയങ്കര നില. കൊഞ്ചം ദശേരി എന്നാണ് പറയുന്നത്. നമ്മുടെ അവിടുത്തെ ഒന്നും ഭയങ്കര തടിയല്ല ഉണ്ടാവുക ഇവിടെ, പക്ഷേ ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഫുള്ള് ഫുഡിൻ്റെ കടകൾ പറഞ്ഞാൽ നിറയെ ഫുഡ് കടകൾ, പിന്നെ ജ്യൂസ്. മാങ്ങ സീസണായ കാരണം ഫുൾ മാങ്ങയാണ് ഇവിടെ ഇഷ്ടം പോലെ. ഇത് നമ്മുടെ അവിടുത്തെ കിട്ടുന്ന പോലെ വലിയ മാങ്ങയാണ്, പക്ഷെ അത് ചെറിയ മാങ്ങയായിരുന്നു. ഇത് കണ്ടില്ലേ ബിരിയാണി, നിങ്ങൾക്ക് ആ വെയിറ്റ് നോക്കിയിട്ടാണ് ബിരിയാണി തരിക. ദില്ലിയിലെ ട്രാഫിക് അതിഭീകര അവസ്ഥയാണ് കേട്ടോ. അത് കണ്ടിട്ട് എവിടെ നിന്നാലും നിൽക്കാൻ പറ്റില്ല. ഫുള്ള് ഒരു റൂൾസ് പറഞ്ഞ സാധനമില്ല. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കി തന്നെ പിടിച്ചിട്ടുണ്ട്. ഒരാൾ അവിടുന്ന് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ട് വരും, ഇഷ്ടം പോലെ അവർക്ക് ചെയ്യും.